അവനൊരു മരപ്പണിക്കാരനല്ലേ എന്നാ ചോദിക്കണേ? അവൻ മറിയത്തിന്റെ മകനല്ലേ എന്നാ ചോദിക്കണേ? അവൻ ഇവരുടെയൊക്കെ സഹോദരനല്ലേ എന്നാ ചോദിക്കണേ? അതേന്നേ, എന്റെ ദൈവം ഒരു മരപ്പണിക്കാരനാണ്, മറിയത്തിന്റെ മകനാണ്, അവരുടെയൊക്കെ സഹോദരനാണ്, പച്ചയായ ഒരു മനുഷ്യനാണ് എന്റെ ദൈവം. എന്റെ ഈശോ പച്ചയായ മനുഷ്യനും പൂർണ്ണനായ ദൈവവുമാണ്. അതാണ് എന്റെ ദൈവത്തിന്റെ, എന്റെ ഈശോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുമ്പോഴല്ല നമ്മൾ നമ്മുടെ രക്ഷകന്റെ ജനനത്തിന് വേണ്ടി ഒരുങ്ങുന്നു എന്നൊക്കെ പറയും. നമ്മുടെ മനുഷ്യനായ ഈശോയുടെ ജനനത്തിന് വേണ്ടി ഒരുങ്ങുക. അതും കൂടി മനസ്സിലാക്കിയാലേ ഈശോയെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പം നമ്മൾ പലപ്പോഴും ദൈവമായ ഈശോയെ കുറിച്ച് ഒത്തിരി സംസാരിക്കാറുണ്ട്, രക്ഷകനായ ഈശോയെ കുറിച്ച്. പക്ഷേ പച്ചയായ മനുഷ്യനായ ഈശോയെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. എന്നാലേ ഈശോയെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകുള്ളൂ. മരപ്പണി ചെയ്ത് ജീവിച്ച, മറിയത്തിന്റെ മകനായിട്ട് ജീവിച്ച, സാധാരണ ഒരു മനുഷ്യനായി ജീവിച്ച എന്റെ ഈശോയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയാലേ എന്റെ രക്ഷകനായ ഈശോയെ ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയുള്ളൂ. ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പം ഈശോയെ നന്നായിട്ട് മനസ്സിലാക്കാൻ ഇന്നത്തെ ഈ വചനം നമ്മളെ സഹായിക്കട്ടെ. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.